ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റിയും ഈ സീസണിൽ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 2-നെതിരെ 4 ഗോളുകൾക്കായിരുന്നു ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ആദ്യം മുംബൈ സിറ്റി 2 ഗോളുകൾ നേടി, പിന്നീട് ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകൾ തിരിച്ചടിച്ചു. എന്നാൽ അതിനുശേഷം മുംബൈ സിറ്റി 2 ഗോളുകൾ നേടിക്കൊണ്ട് വിജയം സ്വന്തമാക്കുകയായിരുന്നു. അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ആ ഒരു മത്സരം നടന്നിരുന്നത്. ആ മത്സരത്തിൽ വ്യത്യസ്തമായ ഒരു ഫോർമേഷൻ ആയിരുന്നു പരിശീലകൻ സ്റ്റാറെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. 3-4-1-2 എന്ന ഫോർമേഷൻ ആയിരുന്നു. അതായത് 3 സെൻറ്റർ ബാക്ക് താരങ്ങളെ അന്ന് അദ്ദേഹം കളിപ്പിച്ചിരുന്നു. കോയഫ്, കോട്ടാൽ, ഹോർമി എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വിങ് ബാക്കുമാരായ സന്ദീപും നവോച്ചയും ഒരൽപ്പം മുന്നിലേക്ക് കയറിക്കൊണ്ടായിരുന്നു കളിച്ചിരുന്നത്. അത്തരത്തിലുള്ള ഒരു ഫോർമേഷൻ ആയിരുന്നു അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്നത്. എന്നാൽ ആ മത്സരത്തിൽ താൻ ഉപയോഗിച്ച സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ താനിപ്പോൾ ഖേദിക്കുന്നുണ്ട് എന്ന് സ്റ്റാറെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. ആ വേളയിലാണ് ഇതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരൊറ്റ മത്സരത്തിലെ സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഖേദിക്കുന്നത്. അത് മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരമായിരുന്നു. ഈ ക്ലബ്ബ് അത് വലിയൊരു ക്ലബ്ബാണ്, ഫാന്റാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സമ്മർദ്ദം കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. താരങ്ങൾക്കും ഇത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരുന്നു മിഖേൽ സ്റ്റാറെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തെ പുറത്താക്കിയതിൽ പലർക്കും ഇപ്പോൾ എതിർപ്പുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇപ്പോൾ രക്ഷപ്പെടുകയാണ് എന്നാണ് പലരും ആരോപിക്കുന്നത്. ഏതായാലും പുതിയ പരിശീലകന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ക്ലബിൻ്റെ ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.